السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم السواك مطهرة للفم مرضاة للرب. رواه النسائي وأحمد والبخاري رحمة الله عليهم. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി, അഹ്മദ്, നസായി റഹ്മത്തുള്ളാഹി അലൈഹിം റിപ്പോർട്ട് ചെയ്യുന്ന ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ശുദ്ധി, അത്തഹൂറു എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇസ്ലാം കൈകാര്യം ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഹൂറു ഷത്റുൽ ഈമാൻ. ശുദ്ധി എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ പകുതി ഭാഗമാണ്, അർദ്ധഭാഗം അതാണ്. ബാക്കിയുള്ള അമാലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചേർന്ന് വരുമ്പോൾ പൂർത്തീകൃതമാവും. ആ അംഗസ്നാനം, അംഗശുദ്ധി, ഉളൂ ചെയ്യുക എന്നുള്ളത് അതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി വുളൂഇൻ. മറ്റൊരു ഹദീസിലുള്ള മഅ കുല്ലി സ്വലാത്തിൻ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസിൽ അപ്രകാരമാണ്. അതായത് എൻ്റെ ഉമ്മത്തികൾക്ക് പ്രയാസം നേരിടുകയില്ല എങ്കിൽ ഞാൻ അവരോട് എല്ലാ വുളൂഇന് ശേഷവും അല്ലെങ്കിൽ എല്ലാ നിസ്കാരത്തിനോടൊപ്പവും എന്ത് ചെയ്യും? ബ്രഷ് ചെയ്യാൻ, പല്ല് തേക്കാൻ വേണ്ടി കൽപ്പിക്കും. അതങ്ങനെ തന്നെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്ന ചില ആൾക്കാർ നമുക്ക് കാണാൻ പറ്റും. നിസ്കാരത്തിൽ എന്ന പദത്തെ തക്ബീറത്തുൽ ഇഹ്റാമിന് തൊട്ട് മുമ്പ് ബ്രഷ് ചെയ്ത് ആറാക്കൊണ്ട് പല്ല് തേച്ച് അതിങ്ങനെ കീശയിലോ മറ്റൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആൾക്കാരുണ്ടാവാം. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്ന പൊരുളെന്താ? താൻ നിൽക്കുന്നത് ആരുടെ മുമ്പിലാണ്? അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. മനുഷ്യരുടെ അടുക്കൽ പോലും ചില ആൾക്കാർക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തസാവുബ്, കോട്ടുവായ ഇടുക, ഏമ്പക്കും ഇടുക, ഇത് രണ്ടും നിയന്ത്രിക്കണം. രണ്ടും പൈശാചികമാണ്. മനുഷ്യന്റെ ശരീരത്തിലുണ്ടാകുന്ന ഭക്ഷണം ദഹനേന്ദ്രിയത്തിൽ കടന്ന് ദഹിക്കാതെ വന്നാലുണ്ടാകുന്ന റിയാക്ഷനാണ് ഏമ്പക്കം വിടുന്നത്. പക്ഷെ അത് സഹിക്കാനുണ്ടല്ലോ, സ്വന്തം ഭാര്യയ്ക്ക് പോലും പറ്റൂല. വായുനാറ്റമോ സഹിക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു പുരുഷൻ, ഭർത്താവ് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയി വന്നാൽ തിരിച്ച് ആദ്യം വരുന്നാൽ ചെയ്യേണ്ട കാര്യം എന്താ? ബ്രഷ് തേക്കുക എന്നുള്ളതാണ്. അത് വലിയ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, താൻ നിൽക്കുന്നത് റബ്ബിന്റെ മുൻപിലാണ്, റബ്ബിനോടുള്ള മുനാജാത്താണ്. അവനത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്ന ഒരു അവസ്ഥ തൻ്റെ സംസാരം കൊണ്ടും മുനാജാത്ത് കൊണ്ടും ഉണ്ടാകുമ്പോൾ അതിനൊരു തടസ്സമായി തീരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഒഴിവാക്കണം. അങ്ങനെ ദന്തശുദ്ധീകരണം നടത്തി വുളൂ ചെയ്ത് റബ്ബിന്റെ മുൻപിൽ വന്നു നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു കേവലം വായുനാറ്റം ഒഴിവാക്കാനോ പല്ല് വൃത്തിയാക്കാനോ ഏതായിരുന്നാലും പോയിട്ട് ആഹാരം കഴിച്ചു വന്നതല്ലേ എന്ന നിലക്കൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിവാക്കു മത്വഹറത്തുൻ, സിവാക്ക് ബ്രഷ് ചെയ്യുക എന്നുള്ളത് ശുദ്ധിയുടെ ഭാഗമാണ്. ലിൽ ഫമി, വായയുടെ വായ വൃത്തിയാക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. അതോടുകൂടി തന്നെ മർളാത്തുൽ ലിൽ റബ്ബ്, റബ്ബിന്റെ തൃപ്തി അതുവഴി കരസ്ഥമാക്കുകയും ചെയ്യാം. അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ്. അതിലിപ്പോൾ ബ്രഷും പേസ്റ്റും തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാൾ വിരലുകൊണ്ട് ഉപയോഗിച്ചാലും ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരും, അത്തരം ഒരു വൃത്തിയിലെത്തും. അതോടുകൂടി തന്നെ രണ്ട് ഗുണവും അയാൾക്ക് കിട്ടുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും സൂക്ഷ്മത കൈവരിക്കുന്നത് പോലെ തന്നെ വൃത്തിയും വെടുപ്പും ശുചിയുമുള്ളവരായി ജീവിക്കുവാനും തൗബ ചെയ്യുന്നവരിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ വന്ന പാകപ്പിഴവുകൾക്ക് പകരമായി നന്മകൾ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈമാൻ
ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങൾക്ക് അള്ളാഹു ശാശ്വതമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. പാരത്രികമായ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലികളും സിദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.